ഹലോ ഗായ്സ്, നമുക്ക് വളരെ പെട്ടെന്നൊരു കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് കഴുകി കട്ട് ചെയ്തിട്ടുള്ള സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, മല്ലിയില പൊടികളായിട്ട് കാശ്മീരി മുളക് പൊടി, സാദാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ സെറ്റാക്കിയതിന് ശേഷം നമുക്ക് അടുപ്പത്ത് ഉരുളി വെച്ചിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നന്നായിട്ടൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമുക്കിത് തുറന്ന് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള കോളിഫ്ലവറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് നമ്മൾ നമ്മുടെ പൊടികൾ ഇടാൻ പോകുന്നത്. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ഞാനിത് അല്പം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിരുന്നു, അതുകൊണ്ട് അതിലേക്ക് ഇപ്പോൾ കുറച്ചും കൂടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. വെന്ത് കഴിയുമ്പോൾ തുറന്ന് കൊടുത്തിട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കുക. ഇത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കുന്നുണ്ട്. അങ്ങനെ അടച്ച് കൊടുത്തൊന്ന് നമുക്കൊന്ന് തുറന്ന് കൊടുക്കാം. തുറന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും മല്ലിയിലയും ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ഇറക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോ